ഒരു കോൺഗ്രസിന്റെ സിംഗാ സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവില്ല. അത് പറഞ്ഞെന്തായിരുന്നു? കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ലഭിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കൂടുതൽ വിലപേശം നടത്തുന്നു. ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ്. ഇത് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങളുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നതായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചത് നോക്കണം. ഇപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തുവിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആന്റണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ സിംഗാസനം കഴിഞ്ഞ തിരുവനന്തപുരത്ത് വിമാനം വാങ്ങിയ എ ആന്റണി പക്ഷേ സംഘടിച്ച സമ്മർദ്ദം ചെലുത്തിയാൽ എന്ത് നേടാവുന്ന ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടെന്ന് തുറന്നടിച്ചു. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശം നടത്തുന്നു എന്നൊരു ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിന്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗൾഫിലേക്ക് ഉണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക യൂറോപ്പ് കൂടെയുള്ള കുടിയേറ്റത്തിന്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ ഉണ്ടായത് കൂടുതൽ കിട്ടിയ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമൃഗങ്ങളുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം പരിഭവം